നമസ്കാരം. അന്തമില്ലാത്ത പ്രതി എന്തും പറയും. ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കുമ്പോൾ ഇങ്ങനെ തോന്നിപ്പോകുകയാണ്. വിദേശ സഹകരണത്തിന് വാസുകിയെ സെക്രട്ടറിയാക്കി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉത്തരവിനെ ന്യായീകരിക്കാൻ വേണ്ടി ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള വേണു വല്ലാതെ പാടുപെടുന്നതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. നല്ല ന്യായീകരണം എഴുതുകയാണെങ്കിൽ മുഖ്യമന്ത്രി പ്രസാദിക്കും. ചീഫ് സെക്രട്ടറിക്ക് അത് കൃത്യമായിട്ട് അറിയാം. അടുത്ത മാസം വിരമിക്കുകയാണ് ചീഫ് സെക്രട്ടറി. വിരമിച്ചാൽ ചീഫ് സെക്രട്ടറിയും ശിപായിയും ഒന്ന് തന്നെ. അധികാരമില്ലാത്തവനെ ആരും തിരിഞ്ഞു നോക്കില്ല എന്നത് അർത്ഥം. ഈ വർഷം ഓഗസ്റ്റ് 31 വിരമിക്കുന്ന ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി ഉഗ്രനൊരു കസേര റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നതാണ് ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചന. മുൻ ചീഫ് സെക്രട്ടറിമാരായിട്ടുള്ള KM എബ്രഹാമിനും VP ജോയിക്കും ലഭിച്ചതുപോലെ തന്നെ ശമ്പളവും പെൻഷനും കിട്ടുന്ന കസേര വേണുവിനും ലഭിക്കാൻ പോകുന്നു എന്ന് ചുരുക്കം. വിരമിച്ചാലും മാസം 6 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി എന്നർത്ഥം. ന്യായീകരിക്കാൻ ചീഫ് സെക്രട്ടറി വന്നില്ലെങ്കിലേ അതുകൊണ്ട് അത്ഭുതമുള്ളൂ. അടുത്ത ചീഫ് സെക്രട്ടറി ആകാൻ ക്യൂവിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രമുഖയായിട്ടുള്ള ശാരദ മുരളീധരൻ ഉണ്ട്. ഡോക്ടർ വേണുവിന്റെ ഭാര്യയാണ് ഈ പറയുന്ന ശാരദ. ശാരദയേക്കാൾ സീനിയോറിറ്റി ഉള്ളവരും ചീഫ് സെക്രട്ടറി കസേരയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന സാഹചര്യമാണ്. മുഖ്യൻ പ്രസാദിച്ചാൽ ചീഫ് സെക്രട്ടറി കസേര ശാരദയ്ക്ക് കിട്ടും. ഭാര്യയ്ക്ക് ചീഫ് സെക്രട്ടറി കസേര, ഭർത്താവിന് പുനർനിയമനം. ആനന്ദലബ്ധിക്ക് ഇതിനേക്കാൾ വലുത് വേറെ എന്ത് വേണം എന്നതാണ് ചീഫ് സെക്രട്ടറി വേണുവിനോട് ചോദിക്കാനുള്ളത്. ഇനി വേണുവിന്റെ വിശദീകരണത്തിലേക്ക്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വിദേശത്ത് പോകുമ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകളുടെ ഫലമായി പല പ്രതിനിധികളും കേരളം സന്ദർശിക്കാറുണ്ടെന്നും പുതിയ ബന്ധങ്ങൾ തേടാറുണ്ടെന്നുമാണ് വേണുവിന്റെ അവകാശവാദം. സംസ്ഥാനത്തിന്റെ വികസനത്തിനായി പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഉദ്യമത്തിന്റെ ഭാഗമായിട്ടാണ് വാസുകിക്ക് നിയമനം നൽകിയിരിക്കുന്നത് എന്നതാണ് വേണു വിശദീകരിക്കുന്നത്. അങ്ങയോട് ലളിതമായി ഒരു ചോദ്യം ചോദിക്കട്ടെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൈനയിൽ സന്ദർശനം നടത്തുന്നു എന്ന് ആദ്യം കരുതുക. തുടർന്ന് ചൈനയിലെ പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്നും കരുതുക. ഇരുകൂട്ടരും പുതിയ ബന്ധം സ്ഥാപിക്കുകയാണ്. ഒരു സംസ്ഥാനത്തിന് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും ചീഫ് സെക്രട്ടറി എന്നതാണ് ചോദ്യം. ഇന്ത്യ വളരരുത് എന്നാഗ്രഹിക്കുന്ന ചൈനയെ പോലുള്ള രാജ്യങ്ങൾ സംസ്ഥാനങ്ങളുമായി ഇത്തരത്തിൽ ചങ്ങാത്തം കൂടിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഭരണഘടന ആലോചിച്ചിട്ടുണ്ട്. ഭരണഘടന തയ്യാറാക്കി വെച്ചവർ കൃത്യമായി ആലോചിച്ചിട്ടുണ്ട്, അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് യൂണിയൻ ലിസ്റ്റിൽ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളം രാജ്യമല്ല എന്ന ചീഫ് സെക്രട്ടറി ആദ്യം മനസ്സിലാക്കണം. പിണറായി വിജയൻ പ്രധാനമന്ത്രിയല്ല എന്നതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, ഈ ന്യായീകരണം വളരെ മോശമായി പോയി. ഒരുപാട് മഹാരഥന്മാർ ഇരിക്കുന്ന കസേരയാണ് ചീഫ് സെക്രട്ടറിയുടെ കസേര എന്നതും ഓർമ്മപ്പെടുത്തുന്നു. ജോയിയും എബ്രഹാമും മഹാരഥന്മാരുടെ പട്ടികയിൽ പെടുന്നില്ല. മറ്റൊരു ജോയിയും എബ്രഹാമും ആകാൻ ശ്രമിക്കാതെ ഇരിക്കുക എന്നുകൂടെ പറയുകയാണ്. അതിന് പേരിൽ ഈ ഒരു ഉത്തരവ് പിൻവലിക്കുക എന്നതും പറയുന്നു. അടുത്ത മാസം വിരമിക്കുന്ന അങ്ങയ്ക്ക് എല്ലാ മംഗളങ്ങളും നേരുകയാണ്. മുഖ്യൻ അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചീഫ് സെക്രട്ടറി കസേര അങ്ങയുടെ ഭാര്യ ശാരദയ്ക്ക് ലഭിക്കട്ടെ എന്നും ആശംസിക്കുന്നു. K4 പോലെ തന്നെ ചീഫ് സെക്രട്ടറിമാർ സംസ്ഥാനം ഭരിക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറമുള്ള ന്യായീകരണങ്ങൾ വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നത് പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ്.